നാവിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി 18 വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര മുഗാരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ, ചോക്ലേറ്റുകൾ, പുഡിങ്ങുകൾ, പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൌസിന്റെ മാത്രം പ്രത്യേകത. ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം. നൈസ് ബേക്ക് ഹൌസ്, മുഗാരിക്കുന്ന്, ചേലക്കര. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം ഡിസംബർ 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി കൺവീനർ ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ, ചെയർമാൻ K. ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗം K. ശ്രീധരൻ, M. മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരേ സമയം ഞങ്ങളൊരു ബഹുജന വിദ്യാഭ്യാസ പരിപാടി എന്ന ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർട്ടിക്ക് പുറത്ത് നമ്മുടെ ആശയങ്ങൾ എത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. പൊതുവെ ഇപ്പോ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയും അതിനോട് മത്സരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയിട്ടൊരു അന്തരീക്ഷമുണ്ട് നമ്മുടെ നാട്ടില്. അത് ഒരുതരം ഗോത്ര സമൂഹങ്ങളായിട്ട് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ജാതിയുടെ ആവാം, മതത്തിന്റെ ആവാം, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടേതാവാം. ഞങ്ങൾ ഏതായാലും CPIM ഒരു ഗോത്ര സമൂഹമല്ല. ഞങ്ങൾ കുറച്ച് ആളുകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുക, ഞങ്ങളെ തന്നെ കേൾക്കുക, അതിന്റെ പ്രതിധ്വനിയിൽ ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുക, ആ മട്ടിൽ ഇങ്ങനെ അഭിരമിച്ചിരിക്കുക. ആ തരത്തിലേക്ക് ഈ ഡിജിറ്റൽ മാധ്യമങ്ങളും എല്ലാം ചേർന്ന് മനുഷ്യ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ദൗർഭാഗ്യമുണ്ട്. അതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മളുടെ ഒരു ലോകത്ത് നിന്ന് വേറെ ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടണം സ്വാഭാവികമായിട്ട്. അതിനുകൂടി കഴിയുന്ന തരത്തിലാണ് ഞാൻ ആ വാചകം തന്നെ ആവർത്തിക്കുകയാണ്. ഗോത്ര സമൂഹങ്ങളെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് CPIM ഒരു ഗോത്ര സമൂഹമല്ല എന്നുള്ളത് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. നമ്മളോട് വിയോജിപ്പും വിമർശനവും ഒക്കെ ഉള്ള ആളുകളുമായി ഞങ്ങൾക്ക് സംവാദങ്ങൾ സാധ്യമാണ്. ഇന്നിപ്പോ അതൊന്നും സാധ്യമല്ലാത്തൊരു അന്തരീക്ഷം പൊതുവിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സാധ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുതയല്ല, കേവലം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ് എന്നുകൂടി ജനങ്ങളുമായി പിന്നെ ആ ഒരു മെസ്സേജ് കൂടി എത്തിക്കണം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. ഈ ഹാപ്പിനെസ് ഫെസ്റ്റിലൊക്കെ അവിടെ വന്ന BJP കോൺഗ്രസ് ഒക്കെ വരിക. ഇപ്പോ നീന്തൽ പഠിപ്പിക്കാൻ, കുട്ടികളെ പഠിപ്പിക്കാൻ പൂക്കോട്ടാവിലെ കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കള്, പ്രവർത്തകര് അവരുടെ കുട്ടീനെ രാവിലെ CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുത്തിട്ട് പോവാണ്. അവരവിടെ നിൽക്കുന്നില്ല, അവര് പോവാണ്. അപ്പൊ ഇത് സാധ്യമാണ്, നമ്മുടെ നാട്ടിൽ ഇത് സാധ്യമാണ് എന്നുകൂടി തെളിയിക്കുന്ന തരത്തിലാണ് ഈ പരിപാടി എന്നുള്ളത്. അപ്പൊ അതൊന്നും ഇല്ലെങ്കിലും സമ്മേളന നാളെ മറ്റന്നാൾ നടക്കും. അതിനിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടായി. 1600ഓളം വീടുകളിൽ ഭൂമികകൾ വെച്ചു. 1600 വീടുകളിൽ ഒരു പഞ്ചായത്തിലെ പൂക്കോട്ടവർ അറിയാലോ, ചെറിയ പഞ്ചായത്താണ്. 50 തൊട്ട് 5000 രൂപ വരെ ആളുകളുടെ സംഭാവന സ്വീകരിച്ചിട്ടാണ് ഈ സമ്മേളനം നമ്മൾ നടത്തുന്നത്. അങ്ങനെ വലിയ ജനകീയമായിട്ട് കൂടിയാണ് സമ്മേളനം നടത്തുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നാടിന്റെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് CPIM അതിന്റെ സമ്മേളനങ്ങളെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ഒക്കെ കാണുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ട് മാധ്യമങ്ങളും പാർട്ടിയാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾ വെള്ളത്തിൽ പെട്ട് മരണപ്പെട്ടത്. കരിമ്പുഴ പുഴയിൽ 300ഓളം വരുന്ന കുട്ടികൾക്ക് ഒരു പ്രസ്ഥാനം അതിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൗജന്യമായി നീന്തൽ പഠിപ്പിക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു നാടിന്റെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ, ഭാവിയെ കരുപ്പിടിപ്പിക്കുന്നതിലൊക്കെ വളരെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പാർട്ടി ഇടപെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒന്നും എടുത്തു പറയാനുള്ള കാരണം ഇതാണ്. അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള അനുബന്ധ പരിപാടിയായിട്ടുള്ള ഹാപ്പിനെസ് ഫസ്റ്റ്, ആ നിലയിലൊക്കെ ഈ സമ്മേളനം പൂക്കോട്ടുകാവിൽ നടക്കുന്ന പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനത്തെ വ്യത്യസ്തമാക്കാൻ, സർഗാത്മകമാക്കാൻ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവമാക്കാൻ, പാർട്ടി സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വരിക. ഹാപ്പിനെസ് ഫെസ്റ്റ് പോലെയുള്ള നീന്തൽ പരിപാടി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ CPIMന് അപ്പുറത്തുള്ള ഒട്ടേറെ സാമൂഹ്യ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനും അവരെയെല്ലാം പങ്കെടുപ്പിക്കാനും എല്ലാ വിഭാഗം മനുഷ്യരുടെയും മനസ്സിലേക്ക് സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കാനും കഴിഞ്ഞു എന്ന ഒരു പോസിറ്റീവ് കൂടി
യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ഇതാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു സാധാരണ സമ്മേളനങ്ങൾ പോലെ തന്നെ പ്രതിനിധി സമ്മേളനം, ഇവിടെ ഒരു വ്യത്യസ്തത, പൊതുസമ്മേളനം 3-ാം ദിവസമാണെന്നാണ്. സാധാരണ പ്രതിനിധി സമ്മേളനത്തിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പൊതുസമ്മേളനം നടക്കാറുള്ളത്. ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം എന്നൊരു പ്രത്യേകതയുണ്ട്. 3 ദിവസം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനമായിട്ട് വരികയാണ്. 12-ാം തീയതി പതാക കൊടിമല ജാഥയാണ്. അപ്പൊ ഇവിടെ പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായിട്ടുള്ള നമ്മുടെ ഗംഗാധരേട്ടന്റെ നാമധേയത്തിലുള്ള നഗരം നിന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പതാക ജാഥ ആരംഭിക്കുന്നത്. കോട്ടപ്പുറത്ത് കരിമ്പുഴയിലെ കുന്നക്കാട് പാർട്ടിയുടെ ചീഫ് സെക്രട്ടറി, നേരത്തെ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന സിതാവും കുഞ്ഞുണ്ണേട്ടന്റെ നഗറിൽ നിന്നാണ് കൊടിമല ജാഥയിൽ വരുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മുടെ ശ്രീകൃഷ്ണപുരം സമ്മേളനം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും പൊതുവിൽ പങ്കെടുപ്പിക്കുന്ന, പരിഗണിക്കുന്ന, എല്ലാവരിലേക്കും സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കുന്ന ഒന്നായി മാറുകയാണ്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.